കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണിയുടെ 5000 ഭവന സന്ദർശന സ്ക്വാഡിന്റെ പ്രചാരണം തുടങ്ങി. ബഫേഴ്സ് അഴിമതിയേക്കാൾ വലിയ അഴിമതിയാണ് ബിജെപിയുടേതെന്നും കോൺഗ്രസിന്റെയും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെന്ന് MA ബേബി ഓരോ വീടുകളിലും കുടുംബങ്ങളെ സന്ദർശിച്ച് വിശദീകരിച്ചു. അതിന്റെ പല മടങ്ങ് വലിപ്പമുള്ള ഇലക്ട്രൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ കേസിന് പോയ രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ഇതിന്റെ ഒരു പൈസ പോലും ഞങ്ങൾ വാങ്ങില്ല എന്ന് പാർട്ടി നിലപാടെടുത്തു. ഇപ്പോൾ ഒന്നിടത്തോളം വിവരം അനുസരിച്ച് 6000-ലധികം കോടി രൂപയാണ് BJP CPIM-ഉം CPI-യും മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി പണം വാങ്ങാത്ത രാഷ്ട്രീയ പാർട്ടികൾ. ബൊഫേഴ്സ് തോക്കിടപാട് അഴിമതിയിൽ രാജീവ് ഗാന്ധി സർക്കാർ നിലം പതിച്ചു. അതേ അവസ്ഥ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ മോദി സർക്കാരിനും പതനം ഉറപ്പ്. കോൺഗ്രസും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽപ്പെട്ടു. ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞും വീട്ടുകാരുടെ ആവലാതികൾ കേട്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നതാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയും 5000 ഭവന സ്ക്വാഡുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി. ഇതിൻ്റെ നമ്മൾ 3 ലക്ഷം പൂർത്തിയാക്കി കൊടുത്തു. ബാക്കി ഒറ്റയടിക്ക് കഴിയില്ല. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കണമെങ്കിൽ തന്നെ ഓരോരോ കട്ടകൾ വെച്ച് സമയമെടുത്തില്ലേ തീർക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ സകലർക്കും പാർപ്പിടം കൊടുക്കുന്ന പദ്ധതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ച് ഈ പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ വീടും കൂടെ ഒറ്റയടിക്ക് നിർമ്മിക്കാൻ പറ്റില്ല. ഒരു മാജിക് പ്ലാന്റ്, ഒരു മാന്ത്രിക വടി കാണിച്ച വീടുടനെ ഉണ്ടാവില്ല. അപ്പോൾ മുൻഗണനയാക്രമം നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ പഞ്ചായത്ത് കൂടി ഏറ്റവും പ്രയാസമുള്ളവരുണ്ട്, വീട്ടിലാത്തവരല്ല. അപ്പോൾ മുൻഗണന വെച്ച് ഒരു പോയിന്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളത് കിട്ടിയിരിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണം 5000-ഓളം വരുന്ന ഭവന സ്ക്വാഡുകളാണ്, ഭവന സന്ദർശന സ്ക്വാഡുകൾക്കാണ് രൂപം നൽകിയത്. അതിൻ്റെ ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കൊല്ലം മാടനട ഭരണിക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വീടുകളിലാണ് ഇപ്പോൾ പോകുന്നതും. രാഷ്ട്രീയം പറയുന്നു. ബൊഫേഴ്സ് പോലെ വലിയൊരു അഴിമതി, ബൊഫേഴ്സ് കോൺഗ്രസിനെ വീഴ്ത്തിയതെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതി മോദി സർക്കാരിനെ വീഴ്ത്തും. ആ പണം ആരൊക്കെ കൈപ്പറ്റിയോ അവർക്കെല്ലാം അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഓരോ വീടുകളിലും സന്ദർശിച്ച് CPM നേതാക്കൾ, ഇടതുമുന്നണി നേതാക്കൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്.